സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ സെൻട്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഏകദേശം 50% മുകളിലുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലവിൽ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ പരിശോധിക്കുമ്പോൾ 131 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഓഹരിയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ ഇപ്പോൾ സെൻട്രം പറഞ്ഞിരിക്കുന്നത് 226 രൂപയായിരുന്നു. അതായത് മുൻപ് പറഞ്ഞിരിക്കുന്ന 178 രൂപയിൽ നിന്നും ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് 226 രൂപയായിട്ട് ഇവ ഉയർത്തിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സെൻട്രം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വേഴ്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചിരിക്കുന്നു. അസറ്റ് ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കടക്കുകയാണെങ്കിലും ഒരു റിക്കവറി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലവിൽ ഇപ്പോൾ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിന് നൽകുന്നു എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ സെൻട്രം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ശക്തമല്ലാത്ത ഒരു ബാലൻസ് ഷീറ്റ് ആയിരുന്നു. അതായത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നൽകിയിരുന്ന ലോണുകളൊക്കെ തന്നെ ഒരു നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നിലവിൽ സൂര്യോദയയിൽ കാണാൻ സാധിച്ചത്. എന്നാൽ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു. നിലവിലെ ഒരു ലോൺ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു MFI സെഗ്മെൻറ്റിന് നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു 432 കോടിയുടെ ഒരു നോൺ പെർഫോമിംഗ് ലോൺസ് ആണ്. ഇതിൽ പരിശോധിക്കുകയാണെങ്കിൽ 313 കോടി രൂപയ്ക്ക് നിലവിലിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗ്യാരണ്ടി ലഭിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ളതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിനെ കൂടുതൽ ശക്തമാക്കും. ബാങ്കിൻ്റെ ഒരു ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇത് 8.5% 5.9% കുറച്ചിരിക്കുന്നു. കൂടാതെ നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിലും 5.6% നിന്ന് ഏകദേശം ഒരു 3.8% കുറയുന്ന ഒരു കാഴ്ചയുണ്ട്.